ഇത് ബോട്ടം സ്ട്രീമിനെ ബേസ് ചെയ്തിട്ട് കണ്ടുവന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ഒരു ബോട്ടിന് അപ് സ്ട്രീമിൽ 3 കിലോമീറ്റർ, ഡൗൺ സ്ട്രീമിൽ 5 കിലോമീറ്റർ പോകാൻ 55 മിനിറ്റ് എടുക്കും. ദെൻ 4 കിലോമീറ്റർ അപ് സ്ട്രീമിലും 9 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും പോകാനായിട്ട് 1 മണിക്കൂർ 25 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60ഉം 25ഉം 85 മിനിറ്റ് എടുക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് 43.2 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നു. സോ നമുക്ക് ഡൗൺ സ്ട്രീം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഈ ഒരു എഴുതുന്ന രീതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ അപ് സ്ട്രീം ക്യാൻസൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഞാൻ ഇതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഒരു ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ് സ്ട്രീം ആണ് ഡിലീറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ അപ് സ്ട്രീമിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 വരും. ഇവിടെയാണെങ്കിൽ 55 × 4 220 വരും. ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 വരും. ഇവിടെയാണെങ്കിൽ 85 × 3 240ഉം 15ഉം 255 എന്ന് പറഞ്ഞ് വരും. കുറച്ച് കഴിയുമ്പോൾ 7 എന്ന് പറയുന്നത് 35 എന്ന് പറഞ്ഞ് കിട്ടും. അതിനർത്ഥം 7 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാൻ, അതായത് 7/d ആണ് അതിൻ്റെ മീനിങ്. 7 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 35 മിനിറ്റ് എടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 7 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 35 മിനിറ്റ് എടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 43.2 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവറിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ 7 കിലോമീറ്റർ 7 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാൻ 35 മിനിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ 35/60 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 43.2 ഡൗൺ സ്ട്രീമിൽ പോകാൻ ഉറപ്പായിട്ടും എന്തിനേക്കാളും കൂടുതൽ ടൈം എടുക്കും? 35.67 കൂടുതൽ എടുക്കും. സോ 43.2 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 35/60 ആയിരിക്കും ഫൈനൽ ആൻസർ. അല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് 1 യൂണിറ്റ് കണ്ടുപിടിക്കുക. 1 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35/60 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 43.2 എന്ന് വെച്ച് കഴിയുമ്പോൾ 43.2 ഇൻറ്റു ഇങ്ങനെ കിട്ടും. കട്ട് ചെയ്യുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ 5 വരും, ഇവിടെ 12 വരും അല്ലേ. 43.2/12 43.2/12 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 പ്രാവശ്യം പോകും, 36 വരും, 7.2 വരും. സോ 3.6 അവർ ആയിരിക്കും ഇത് ടോട്ടലായിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്ത് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ അപ് സ്ട്രീം ഡൗൺ സ്ട്രീമിൽ അപ് സ്ട്രീം ആദ്യം എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 7/d എന്ന് പറയുമ്പോൾ നമുക്ക് 35 മിനിറ്റ് എന്ന് പറഞ്ഞു കിട്ടും. ആ ഡി എന്ന് ഉദ്ദേശിച്ചത് 7/d ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡാണ്. അതിൽ നിന്ന് ഈ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 7 കിലോമീറ്റർ പോകാനായിട്ട് 35 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 43.2 കിലോമീറ്റർ പോകാൻ വേണ്ടിയുള്ള നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ.